സൗദി അറേബ്യ ഇത്തവണയും തങ്ങളുടെ പുണ്യസ്ഥലമായ മെക്കയിൽ US നിർമ്മിത പേട്രിയോട്ട് മിസൈലുകൾ വിന്യസിച്ചതാണ് സുരക്ഷ ശക്തമാക്കിയത്. കാബയെ വലം വയ്ക്കാൻ ദശലക്ഷങ്ങൾ വന്നുചേരുന്ന മക്കയിലേക്ക് ഏതു നിമിഷവും ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്താമെന്ന് സൗദി അറേബ്യൻ സേനയ്ക്ക് രഹസ്യാന്വേഷണ റിപ്പോർട്ട് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പാട്രിയോട്ടിക് മിസൈൽ സിസ്റ്റം മെക്കയുടെ ചുറ്റും വിന്യസിച്ചത്. ഇത് മാത്രമല്ല, സായുധ ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ, മറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇവയെല്ലാം ജിദ്ദയിലും മെക്കയ്ക്ക് ചുറ്റുമായി വിന്യസിച്ചിരുന്നു. മെക്കയിലേക്ക് ഹൂതികൾ ഏത് സമയവും മിസൈലുകൾ പ്രയോഗിക്കുന്ന സാഹചര്യത്തിലാണ് പാട്രിയോട്ടിക് മിസൈൽ സിസ്റ്റം മെക്കയുടെ ചുറ്റും വിന്യസിച്ചത്. 2016 ഹൂതികളുടെ മിസൈൽ മെക്ക ലക്ഷ്യമായി അവർ അയച്ചിരുന്നു. അതിന് ആകാശത്ത് വെച്ച് തന്നെ സൗദി സേനയുടെ മിസൈലുകൾ തകർത്തുവെന്നാണ് സൗദിയുടെ അവകാശവാദം. പക്ഷേ ഹൂതികൾ അത് നിഷേധിച്ചു. 2019 ഹജ്ജ് സമയത്ത് ഹൂതികൾ അയച്ച മിസൈൽ ജിദ്ദയിൽ വെച്ച് സൗദി സൈന്യം നിർവീര്യമാക്കി. അതും മക്ക ലക്ഷ്യമായാണ് വന്നതെന്ന് സൗദി സേന വ്യക്തമായ തെളിവുകളോടെ പറയുന്നു. പക്ഷേ ഇത്തവണയും ഹൂതികൾ അത് നിഷേധിച്ചു. തങ്ങൾ പുണ്യസ്ഥലമായ മക്കയിലേക്ക് മിസൈൽ വിക്ഷേപിച്ചിട്ടില്ല എന്നാണ് ഹൂതികളുടെ നിലപാട്. അങ്ങനെ 2019 ഹൂതികളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ സൗദി അറേബ്യ US നിന്നും പാട്രിയോട്ട് മിസൈലുകൾ വാങ്ങി മക്കയ്ക്ക് ചുറ്റും വിന്യസിക്കുകയായിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ഗാസ മുനമ്പിനെ ചൊല്ലി ഇസ്രായേലിൻ്റെ അധിനിവേശം ശക്തമാക്കിയിരിക്കുകയാണ്. ഹൂതികൾ യമനിൽ നിന്നും തങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായ ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണങ്ങൾ, റോക്കറ്റ് വിക്ഷേപണങ്ങളെല്ലാം ശക്തമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യ മെക്കയിലെ സുരക്ഷയും അങ്ങ് ശക്തമാക്കിയത്. മെക്ക ഇസ്ലാം വിശ്വാസികൾക്ക് ഇസ്ലാം മതം പിറവി കൊണ്ടിടമാണ്. സൗദി അറേബ്യയുടെ വളർച്ചയുടെ പ്രധാന കേന്ദ്രം പോലും മക്കയാണ്. അതുകൊണ്ട് തന്നെയാണ് അറബ് രാജ്യങ്ങളിൽ ആദ്യമായി പാട്രിയോട്ടിക് മിസൈലുകൾ വാങ്ങിയ രാജ്യമായി സൗദി അറേബ്യ മാറിയത്. US നിന്നും $3 മില്യൺ 2019 സൗദി അറേബ്യ പാട്രിയോട്ടിക് മിസൈൽ സംവിധാനം വാങ്ങി തങ്ങളുടെ സുരക്ഷ ശക്തമാക്കിയത്. സൗദി അറേബ്യയ്ക്കും GCC രാജ്യങ്ങൾക്കും മക്കയ്ക്കും വലിയൊരു പ്രതിരോധ കവചം ആവശ്യമാണ്. അത് സാധ്യമായി കൊടുത്തത് അമേരിക്കൻ ആയുധങ്ങളാണ്. എന്തായാലും ഇക്കുറിയും സൗദി തങ്ങളുടെ പാട്രിയോട്ടിക് മിസൈലുകൾ മക്കയ്ക്ക് ചുറ്റും വിന്യസിച്ചിരുന്നു. ഏത് നിമിഷവും ഹൂതികളുടെ ഒരാക്രമണം ഇസ്രായേലിനെ കഴിഞ്ഞും സൗദിയിലേക്ക് ഉണ്ടായേക്കാം എന്ന സൂചനകൾ ശക്തമായ തെളിവുകളടക്കം ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തവണയും വീണ്ടും സുരക്ഷ ശക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ദശലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേരുന്ന മെക്കയിലേക്ക് ഇത്തവണ കാര്യമായ സുരക്ഷാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തീർത്ഥാടനം സുഗമമായി നടന്നത്. എന്തായാലും US ഇത് ഒരു വൻ വിപണിയാണ്. സൗദി അറേബ്യ US ആയുധങ്ങൾ കൊണ്ട് ഇപ്പോൾ തങ്ങളുടെ പ്രതിരോധം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്.